ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. മാർക്കറ്റ് ടൈം കഴിഞ്ഞിട്ടില്ലേ, 2:45 കഴിഞ്ഞിട്ടുള്ളൂ സമയം. അപ്പോഴാണ് വീഡിയോ ചെയ്യണത്. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റി ലെവൽസ് നോക്കാം. നിഫ്റ്റി ലെവൽസാണ് ഇമ്പോർട്ടൻറ്റ്. ഇന്നലെയും ഇന്നായിട്ട് സൈഡ് വെച്ചിട്ട് മാർക്കറ്റ് ഇന്നൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. 23,403 നമ്മൾക്കൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. സസ്റ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ബേസിക്കലി സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഒരു 23,579 എത്താനുള്ള ഹ്യൂജ് സാധ്യതയുണ്ട് ഈ ട്രേഡിൽ. അതാണ് ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ കറണ്ട് സ്റ്റാറ്റസ്. നമുക്കിനി ട്രേഡ് ഉണ്ടായിരുന്ന ഈ കാണുന്ന 4 സ്ട്രൈക്കുകളിലാണ്. 21,300 പി, 76,600 പി, 21,300 സി, 76,900 സി. സെൻസസിലും നിഫ്റ്റിയിലാണ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലൊക്കെയാണ് നമുക്ക് ട്രേഡ് കിട്ടിയത്. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ ഒരു ട്രേഡാണ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. ആ ഒറ്റ ട്രേഡ് നമുക്ക് ഫുൾ ടാർഗറ്റാണ്. നമുക്ക് സെൻസസിൽ ഒരു ട്രേഡ് രാവിലെ ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നിഫ്റ്റിയിൽ ആക്ടിവേറ്റ് ആവുന്ന ആ ഒരു ടൈം പീരീഡിൽ തന്നെയായിരുന്നു സെൻസസിൽ ആക്ടിവേറ്റ് ആയത്. ഇപ്പോൾ ഏത് വേണമെങ്കിലും എല്ലാവർക്കും എടുക്കാൻ പറ്റും. പക്ഷേ രണ്ടും ഒരുമിച്ചല്ല അവിടെ ആക്ടിവേറ്റ് ആയത്. രണ്ട് ടൈമിലാണ് ആക്ടിവേറ്റ് ആയത്. അപ്പോൾ ഏത് വേണമെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നല്ലൊരു പ്രോഫിറ്റ് ആയാലും വന്നിട്ടുണ്ട്. സെൻസസിൽ ഒരു 160, 190 പോയിൻ്റ് അടുത്തൊക്കെ ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടിയ ട്രേഡ്. 21,300 പിയിലാണ് കറക്റ്റ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് 54.05 പ്ലാൻ ചെയ്തത്. ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്ട് ചെയ്താൽ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇവിടെ ബയേഴ്സ് ലോസ് സെല്ലേഴ്സ് റിജക്റ്റ് ആക്കി ലിമിറ്റിലേക്ക് വന്നിട്ടുള്ള ട്രേഡാണ്. അപ്പോൾ എല്ലാവർക്കും എടുക്കാൻ വേണ്ട ട്രേഡാണ്. 50 പോയിൻ്റ് പോയിട്ടുള്ള ട്രേഡാണ്. ഈസിയാണ് കേട്ടോ അത്. പിന്നെ ഒരു ലെവലുണ്ടായിരുന്നു 101 എന്ന് പറഞ്ഞ ലെവലുണ്ടായിരുന്നു. 101 107 എന്ന് പറഞ്ഞ ലെവലുണ്ടായിരുന്നു ഒരെണ്ണം. 107.05 അവിടെ ഒരു എസ് എൽ ഡയറക്റ്റ് വന്നിട്ടുണ്ട്. 50 പോയിൻറ്റിന് ശേഷമാണ് എസ് എൽ വന്നതാണത്. അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പിന്നെയും ഒരു 54.05 അവിടെ കളിച്ച് നിൽക്കുകയാണ്. ഇവിടെ ഒരു ആണെങ്കിൽ ഒരു ട്രേഡൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണ് കേട്ടോ. അതൊക്കെ നമുക്ക് സെൻസസിലുണ്ടായിരുന്ന ട്രേഡ് ഇതാണ്. 76,600 പി ആണ്. 76,600 പി ഒരു 190 പോയിൻറ്റിൻ്റെ മുകളിൽ ഇത് പ്രോഫിറ്റ് വന്നിട്ടുള്ള ട്രേഡാണ്. ഫുൾ ടാർഗറ്റ് അല്ല, 190 പോയിൻറ്റിൻ്റെ മുകളിലാണ് വന്നേണത്. പിന്നെ അത്യാവശ്യം അടിയിലേക്ക് വന്നിട്ടുണ്ട്. മാർക്കറ്റ് അടിയിലേക്ക് വന്നിട്ട് തിരിച്ച് കാരണം ഒരു സെറ്റപ്പാണ് കാണിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ 428 നോക്കാവുന്ന ലെവൽ തന്നെയാണ്. 428.50 നോക്കാവുന്ന ലെവൽ തന്നെയാണ്. പിന്നെ നമുക്ക് കുറേ ട്രേഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറേ ട്രേഡുകൾ പേരിൽ ആക്റ്റീവ് ആയിരുന്നു. പക്ഷേ അതിൽ കോൺഫിഡൻസ് കുറവുള്ളതുകൊണ്ട് നമ്മൾ കോസ്റ്റ് എക്സിറ്റ് അടിക്കാൻ എല്ലാ ട്രേഡും പറഞ്ഞത്. അത് ഭയങ്കര സ്ട്രഗിളിങ് ആണ്. നിഫ്റ്റി ഭയങ്കര സ്ട്രഗിളിങ് ആയതുകൊണ്ട് കോസ്റ്റ് അടിക്കാൻ പറഞ്ഞ എല്ലാ ട്രേഡും. ഈ ട്രേഡ് നമുക്ക് കോസ്റ്റ് പോയിട്ടുണ്ട്. ഈ ട്രേഡ് നമുക്ക് കോസ്റ്റ് പോയിട്ടുണ്ട്. എസ് എൽ ഒന്നും പോയിട്ടില്ല. നമുക്ക് കണ്ടറിയാം. എസ് എൽ ഒന്നും പോയിട്ടില്ല. അത് കോസ്റ്റ് തന്നെയാണ് പോയിക്കണത്. പിന്നെയുള്ള മൊമെൻറ്റുകളാണത്. ഈ മൊമെൻറ്റ് കിട്ടണമെങ്കിൽ ഒരു റെഡ് ക്യാൻഡിൽ വേണം. നമുക്കിപ്പോൾ 63 ഒരു റെഡ് ക്യാൻഡിൽ ഇല്ല. ഇനിയിപ്പോൾ 54 റെഡ് ക്യാൻഡിലില്ല. 103 റെഡ് ക്യാൻഡിലില്ല. 103 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ്. അതായത് 134 ഒരു റെഡ് ക്യാൻഡിൽ വന്നേക്കണത്. അവിടെ നിന്ന് ലിമിറ്റിക്ക് വരികയാണെങ്കിൽ ഓക്കെ. അതും വന്നിട്ടില്ലേ. അപ്പോൾ അത് 1 വേയിലുള്ള ഒരു പ്രോഫിറ്റാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനത്തെ ട്രേഡ് രാവിലെ ഉണ്ടായിട്ടുണ്ട്. അത് ഒന്നും ചെയ്യാതെ അങ്ങനത്തെ ഓരോ ട്രേഡുകൾ വരണമെന്ന് നമുക്കൊന്നും ചെയ്യാതെ അതൊക്കെ ഈ മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് വിട്ടേണ്ട വരും. അങ്ങനത്തെ ട്രേഡുകൾ നമുക്കൊന്ന് കണ്ണടച്ച് കൊടുക്കേണ്ടി വരും. അത് മാർക്കറ്റ് കണ്ടീഷനനുസരിച്ച് പോകുന്ന ട്രേഡുകളാണ്. സെൻസസിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രേഡ് വന്നിട്ടുണ്ട്. ട്രേഡ് വന്നിട്ടൊന്നുമല്ല, നമ്മൾ പ്ലാൻ ചെയ്ത ഭാഗത്തേക്കും നമുക്ക് റെഡ് ക്യാനിൽ വന്നിട്ടില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ ഈ 401 വന്നിട്ടില്ല, 471 വന്നിട്ടില്ല. 471 ഇവിടെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 515 515 ഇത്തിരി ദൂരം കൂടുതലാണ്. അത് എസ്സിൽ ഒരു അഗ്രസീവ് യൂണിറ്റ് എടുക്കുന്നവർക്ക് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ നിന്ന് എടുത്താൽ വരെ 512 633 100 സംതിങ് പോയിൻ്റ് പോയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 561 അത് കറക്റ്റ് ട്രേഡ് എടുക്കാൻ പറ്റുന്ന പൊസിഷനാണ്. ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇത് നമ്മുടെ പൊസിഷൻ തന്നെയാണ്. ഞാൻ ഇതൊക്കെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു 200 പോയിൻറ്റ് നമ്മൾ അവിടെ ഇടുക. ഓർഡർ 40 പോയിൻറ്റ് എസ് എൽ വയ്ക്കുക. എന്നിട്ടത് വെയിറ്റ് ചെയ്യുക. ഇത് എത്രത്തോളം പോകുമെന്ന് അറിയില്ല. നല്ല രീതിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോഫിറ്റിക്ക് പോകും കേട്ടോ. ബേസിക്കലി 561 തന്നെയാണ് എൻ്റെ എൻട്രി വരുന്നത്. ഒരു അരമണിക്കൂർ കൊണ്ട് ടൈമുണ്ട്. ഇത് ചിലപ്പോൾ പോകാണ്ടിരിക്കാം. എന്തായാലും വലിയൊരു മൊമെൻറ്റ് കഴിഞ്ഞതാണ്. ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡിങ്. അതിനും മാത്രമുള്ള ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മെയിനായിട്ടൊന്നും ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡ് ക്യാനിൽ നമ്മളൊരു സജഷൻ വെക്കുന്നുണ്ട് എല്ലാ ട്രേഡിലും. ഇപ്പോൾ റെഡ് ക്യാനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി ഈസിയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ സജഷൻ വെക്കണത്. വെറുതെ ഒരു ക്യാനിൽ ലോസ് ചെയ്തിട്ട് ട്രേഡ് എടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ട്രാപ്പിൽ പോടും, കുറേ സെല്ലുകൾ പോടും.
പോവും. അപ്പോൾ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. റെഡ് ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ കുറേ ട്രേഡുകൾ ഇങ്ങനെ ഇഗ്നോർ ചെയ്യേണ്ടി വരും. വലിയ വലിയ ക്യാൻഡിൽസ് നമുക്ക് പീക്കും സീക്കും ഒക്കെ കാണാൻ വേണ്ടുന്നു. അത് നമുക്ക് കുറേ നമുക്ക് ഇഗ്നോർ ചെയ്യേണ്ടി വരും. അതൊക്കെ പാർട്ട് ഓഫ് ദ ഗെയിം തന്നെയാണ്. നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് എന്താ രാവിലെ കിട്ടേണ്ട ആദ്യമായിട്ടാണ് നിങ്ങളെല്ലാവരും പ്രോഫിറ്റിലായിരിക്കും. അത് ഷുവറാണ്. നമുക്ക് ആദ്യം ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയ ഫസ്റ്റ് ട്രേഡ് പെയ്ഡ് ഗ്രൂപ്പിലുള്ളവരും ഫ്രീ ഗ്രൂപ്പിലുള്ളവരും നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുത്തുള്ളതാണ്. 10 ക്യാൻഡിൽ നോക്കാനേ പറഞ്ഞു. 10 ക്യാൻഡിലിൽ 30 പോയിന്റ് പോയിട്ടുള്ള ട്രേഡുകളാണ് ഈ രണ്ടും. അപ്പോൾ 10 മിനിറ്റ് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ പ്രോഫിറ്റ് കിട്ടില്ല. അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ ടാർഗറ്റിൽ പോകും. അത്രേ ഉള്ള കേസ്. നിങ്ങൾ എപ്പോഴാണ് ട്രേഡിങ്ങിൽ സക്സസ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ട്രേഡിങ്ങിൽ ബൈയിങ് പ്രൈസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വരണം. നിങ്ങൾ സ്ട്രൈക്കിലാണ് എപ്പോഴും എൻട്രി എടുക്കേണ്ടത്. ഈ എൻട്രി എടുക്കുന്ന സ്ട്രൈക്കിൽ എക്സാക്റ്റ് പ്രൈസിലാണ് നിങ്ങൾ എൻട്രി എടുക്കണമെന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലാവണം. അങ്ങനത്തെ ഒരു പ്രൈസിലാണ് നിങ്ങൾ എൻട്രി എടുക്കണമെങ്കിലാണ് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിക്ക് പോകാൻ പറ്റുള്ളൂ. വലിയ വലിയ ക്യാൻഡിൽസ് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ക്യാൻഡിൽസ് ബിൽഡ് ആവണതിൻ്റെ മുമ്പേ നിങ്ങൾ എൻട്രി ചെയ്തിരിക്കണം. എന്നാലാണ് വലിയ വലിയ ക്യാൻഡിൽസ് കാണുമ്പോൾ നമുക്ക് നമ്മളതിൻ്റെ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം കൂടി നമുക്ക് കിട്ടുള്ളൂ. വലിയ ക്യാൻഡിൽസ് പോയ ശേഷം അതിൻ്റെ പിന്നാലെ ഓട്ടനാക്കാൻ പറ്റും. ഫസ്റ്റ് അതിൽ കയറിയിരിക്കുന്നതാണ് സുഖം. മനസ്സിലായില്ലേ? അങ്ങനെ ട്രേഡ് ചെയ്ത് പഠിക്കുക. അപ്പോൾ സ്ട്രൈക്കിൽ നിങ്ങൾ പ്രൈസ് കണ്ടുപിടിക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് അറിയില്ല എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരും. നിങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൽ എല്ലാം ഫ്രീ ആണ്. അതിൽ വരുന്ന കോഴ്സൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അതിൽ വരുന്ന പ്രോഫിറ്റൊക്കെ നിങ്ങൾക്ക് എടുക്കുക. അതിലൊരു 10 രൂപ ചിലവില്ല മെയിനായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അത്രയ്ക്കുള്ള എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. നാളെ വ്യാഴാഴ്ചയാണ്. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.